നമ്മുടെ ഇന്നത്തെ യാത്ര എരുമപ്പെട്ടിയിലാട്ടോ. എരുമപ്പെട്ടി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു ഫ്രണ്ട്സ് അല്ല. ദാ അവരുടെ വീട്ടിലെത്തി. ഇരിക്കുന്ന ആളാണ്, നടക്കുന്ന ആളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹൃദ്യ. അവളുടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ നടക്കുന്ന വഴിയിലൊരു പാമ്പിനെ കണ്ടു. അപ്പോൾ അവൾ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട്, ഞാനും കണ്ടു കേട്ടോ. സംഭവം ചേര എന്തോ ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു, പക്ഷേ ക്യാമറ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് ഓടി ഒളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാടവും പറമ്പും തൊടിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ കുറേ കഥ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, പാമ്പിനെ കണ്ടപ്പോൾ തൊട്ട് പാമ്പിൻ്റെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് പാടത്തൊക്കെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പാടത്തെ കൂടെയൊക്കെ ആളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തു കൊടുത്തു. പിന്നെ കുറച്ച് ചെയ്തപ്പോൾ ഞാൻ നടന്നു, അവൾ വീഡിയോ എടുത്തു. അപ്പോൾ അവളിങ്ങനെ അറ്റം വരെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ കുട്ടികളല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളങ്ങനെ പോകുമ്പോൾ ചെളിയിൽ പൂണ്ട് പോവുക. പിന്നെ എനിക്കും അങ്ങനെ അത്ര വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ആ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അവിടേക്കൊക്കെ നടന്നു, കണ്ടു, വീഡിയോ എടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ഒരു സ്ഥലം കൂടെ കാണാനുണ്ടെന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ പോണതിന് മുമ്പ് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളം പണ്ടത്തെ കുളം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ളം കാണുമ്പോൾ തന്നെ പണ്ട് കുഞ്ഞിലേ കണ്ടേക്കണത് ഇങ്ങനത്തെ കുളമൊക്കെ. അല്ല, കുളം അല്ല കേട്ടോ, കിണർ. സോറി, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. കിണർ. അതിൻ്റെ ചുറ്റും പായലൊക്കെ പിടിച്ചിട്ട് പണ്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ. കിണറ്റിൽ നമ്മളിങ്ങനെ കല്ല്, അല്ലെങ്കിൽ ആറ്റിലും പുഴയിലും ഒക്കെ ഇങ്ങനെ കല്ലെടുത്തെറിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ രസത്തിന്, അവളാട്ടോ കല്ലൊക്കെ എറിഞ്ഞ്, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അതിനകത്തൊരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസം കാണാൻ. അത് തന്നെ അതങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയത്. പിന്നെ വേറൊരു സ്ഥലത്ത് കുറേ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പോണ വഴി മൊത്തം കഥ പറയലാട്ടോ. ഇവളുടെ കഥ ഒരു ദിവസം ഫുള്ള് കേട്ടാലും നമുക്ക് മതിയാവില്ല, തീരുമില്ല. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ദൂരം ഫുള്ള് പാടം ചുറ്റി കാണാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണേ. പക്ഷെ ഞാൻ അത്രയും ദൂരം പോകാൻ റെഡിയായില്ല. കാരണം മഴ പെയ്തിട്ട് നല്ലപോലെ ചെളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പാഷൻ ഫ്രൂട്ടിൻ്റെ നിറച്ച് കായ്ച്ച് കിടക്കുക കേട്ടോ. ഇത് ആക്ച്വലി ഇവരുടെ അപ്പുറത്തെ വീട്ടിലെ മരമാണ്. ഇപ്പുറത്തേക്കാണ് ഫുള്ള് കായ ഉണ്ടായി നിൽക്കണേ. അപ്പോൾ അങ്ങനെ പറിച്ചാൽ അവർ വഴക്കൊന്നും പറയില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പറക്കി കൂട്ടി ഞങ്ങൾ. പിന്നെ പഴുത്തത് 1-2 ചെടിയിലുണ്ടായിരുന്നത് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അവർ എടുക്കാവോ, വഴക്ക് പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ വഴക്കൊന്നും പറയില്ല. ചുമ്മാ അവൾ കുട്ടിയായതുകൊണ്ട് കുട്ടിയോട് ചോദിച്ചതാട്ടോ ഞാൻ വഴക്ക് പറയുമെന്നൊക്കെ. പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ അണ്ണാനും പാഷൻ ഫ്രൂട്ടിൻ്റെ മണം പിടിച്ചും സ്വാദ് പിടിച്ചും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഞങ്ങൾ പറക്കി കൂട്ടി ജ്യൂസ് അടിക്കാനുള്ളൊരു പ്ലാനിലാണ്. അവൾ പറഞ്ഞത് അവർക്ക് പുളി ഇതിൻ്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടില്ല. ഇങ്ങനെ കഴിക്കാമെന്നറിയാം, പക്ഷെ ഇതുവരെ അത് കഴിച്ച് നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനപ്പോൾ എന്തായാലും ജ്യൂസ് അടിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് എല്ലാം കൂടെ പൊട്ടിച്ചൊഴിച്ച് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് എന്നാൽ പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടേ കാര്യം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളുടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, ഹിമ. അവൾ 9ാം ക്ലാസ്സിലാണ്. അവളവിടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയുടെ അതിൽ വരാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ആളങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ച് അധികമായെന്ന് തോന്നുന്നു. പക്ഷെ നല്ല പുളി ഉണ്ടെങ്കിൽ സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മിക്സ് ചെയ്തു. ഞാൻ ആദ്യം അവൾക്ക് കൊടുത്തു. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല, കുറച്ച് പുളിയുള്ളതുകൊണ്ട്. പിന്നെ 3 ആളും കൂടി അതിൻ്റെ തന്നെ തോടിൽ തന്നെ ഒഴിച്ചിട്ട് ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിച്ചു. അവളുടെ അച്ഛനാട്ടോ അവിടെ ഇരിക്കണേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തട്ടുംപുറം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആൾ എന്നെയും കൂട്ടിയിട്ട് തട്ടുംപുറത്തേക്കുള്ള യാത്രയിലാണ്. അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് തരണത്. ഞാനങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ കുറച്ച് പടികളൊക്കെ ഇളകി നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും കയറി, കുഴപ്പമില്ലാണ്ട് കയറി. തട്ടുംപുറത്തിൻ്റെ വാതിൽ അവിടെ കൊളുത്തിയൊക്കെ വെച്ചു. പിന്നെ മുകളിൽ 3 റൂമായിട്ടുള്ളത്. റൂം സാധാ റൂം തന്നെ. പിന്നെ നമുക്കിപ്പോൾ ഈ തട്ടുംപുറം അങ്ങനത്തെ വീടൊക്കെ, മച്ചുള്ള വീടൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു സന്തോഷമാണ്. അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ അത് കാരണം അത് കാണാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും, പിന്നെ കുട്ടികളല്ലേ അവരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതൊരു സന്തോഷം കാണാനായിട്ട്. അപ്പോൾ ഈ ജനലൊക്കെ തുറന്ന് മണിച്ചിത്രത്താഴിലെ പോലെ അത്രയൊന്നുമില്ല, എന്നാലും ഞാനങ്ങനെ അപ്പുറത്തേക്കൊക്കെ നോക്കി. രസമുണ്ട്. അവിടെ എന്താ പറയുക, ഒരു വിളക്കുണ്ട്. പിന്നെ ഒരു ഉഴുവ്, എന്താ പറയുക അതിന് പറയണ, ഉഴുവുന്ന പാത്രം അങ്ങനെ എന്തോ ആണ്. അതിന് വേറെന്തോ പറയും, എനിക്കറിയില്ല കേട്ടോ. അവൾ പറഞ്ഞു തന്നായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ ഇതാ മരത്തിൻ്റെ പെട്ടി, റങ്ക് പെട്ടി എന്നൊക്കെ പണ്ട് പറയണ ഇതായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് ഇരുമ്പിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു.
എന്തായാലും ഈ മരത്തിൻ്റെ 2 പെട്ടിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ സംഭവത്തിൻ്റെ അകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ട്രോഫികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, ആര് വാങ്ങിയതായിരിക്കാവോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ട്രോഫിയൊക്കെ ഇങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കുമല്ലോ എപ്പോഴും എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിന് 2 നിലയുണ്ട് കേട്ടോ. മീൻസ് നമ്മൾ സെക്കൻഡ് ഫ്ലോറും കൂടി ഉണ്ടെന്ന് പറയില്ല, അതേപോലെ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. പടികളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇളകി നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് മാറാലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. മെല്ലെ സൂക്ഷിച്ചെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. ഞാനും വളരെ സൂക്ഷിച്ച് തന്നെയാണ്, കാരണം വെറുതെ കാലൊന്നും ഉളുക്കി ഒന്നും കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ മെല്ലെ തന്നെ കണ്ട് ഇറങ്ങി. അപ്പോൾ എന്താ, അങ്ങനെ തട്ടുംപുറം കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് യാത്ര പറഞ്ഞത് ഇത്തിരി സീനൊക്കെ ആയിരുന്നു, അതുകൊണ്ടത് വീഡിയോ ഒന്നും എടുത്തില്ല. 2 ചായ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങണ വഴിക്ക് 2 ചായയൊക്കെ കുടിച്ചു. ഇതാ എൻ്റെ സുന്ദരി കുട്ടി ബബാ.